നമ്മുടെ കോട്ടയത്തെ ഫസ്റ്റ് ആർ സി കാർ ക്ലബ്ബായ ക്ലബ് 05 കണ്ടക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ആർ സി കാർ ഓഫ് റോഡ് ക്രൗളിംഗ് ഇവൻ്റാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കീഴടക്കാൻ പോകുന്നത് ഓഫ് റോഡ് പ്രാന്തന്മാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വരാട്ടുമേട്. നേരെ കാണുന്ന പാലൊഴുകുംപാറ, കയ്യിൽ റിമോട്ട്, നല്ല തണുപ്പ്, ചെറിയ മഴ. ഈ വണ്ടികൾ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇതുപോലത്തെ മലകളും കുന്നുകളും ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. ആ വണ്ടികളുടെ ശരിക്കുള്ള പെർഫോമൻസ് നിങ്ങൾ മുമ്പോട്ട് കാണാൻ പോകുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ്. ഇവിടെ വണ്ടി ലൈനപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രൗളിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ നമ്മുടെ വണ്ടികളൊക്കെ അങ്ങനെ ലൈനപ്പ് ചെയ്ത് കേട്ടോ. ഇനി ഇതേ ഓരോ വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് കുറേ പേര് ചോദിച്ചിരുന്നു ഈ വണ്ടികളെക്കുറിച്ച് ചെറുതായിട്ടൊന്നും പറയണം, ഏതൊക്കെ വണ്ടികളാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഏത് വണ്ടികളാണ്, ഏത് കമ്പനിയുടെ വണ്ടികളാണെന്ന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇത് ഫസ്റ്റ് വരുന്ന വണ്ടി ഇത് നമ്മുടെ WL ടോയ്സിൻ്റെ റൂബിക്കോൺ. ഇത് കുറച്ച് കസ്റ്റം വർക്കൊക്കെ ചെയ്ത വണ്ടിയാണ്, പെയിൻ്റൊക്കെ മാറ്റിയ വണ്ടി. ഇത് രണ്ടാമത്തെ വണ്ടി WL ടോയ്സിൻ്റെ തന്നെ ബ്രോങ്കോ. മൂന്നാമത് വരുന്ന വണ്ടി HB ടോയ്സിൻ്റെ ഒരു FJ ക്രൂസർ. നാലാമത്തെ വണ്ടി വീണ്ടും WL ടോയ്സിൻ്റെ ബ്രോങ്കോ. അടുത്ത വരുന്നത് HB ടോയ്സിൻ്റെ ഒരു റൂബിക്കോണാണ്. അടുത്തതും നമ്മുടെ WL ടോയ്സിൻ്റെ തന്നെ ഒരു ബ്രോങ്കോ ആണ്. അത് കഴിഞ്ഞിട്ട് വന്നത് HB ടോയ്സിൻ്റെ ഒരു റൂബിക്കോണാണ്. ഇനി നമുക്ക് കുറച്ച് ബ്രഷ്ലെസ് വണ്ടികൾ കാണാം. അതേ ആദ്യം വന്ന ഇത് നമ്മുടെ ഒരു H12Y എന്ന് പറയുന്നൊരു മോഡലാട്ടോ, MGIസിൻ്റെ. അത് അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മാൾബ്രോ സ്റ്റിക്കറൊക്കെ അടിച്ച അടിപൊളി വണ്ടിയാണ്. അടുത്ത അതിൻ്റെ പുറകെ വരുന്ന അതും ഒരു ബ്രഷ്ലെസ് മോഡൽ, അത് H12P എന്ന് പറയുന്ന ഫോർഡ് ബ്രോങ്കോ. അത് കഴിഞ്ഞ് വന്നൊരു നിസാൻ്റെ ഒരു പാട്രോളാണ് കേട്ടോ. ഇതൊരു നൈസ് വണ്ടി, ഇതൊരു ബ്രഷ്ലെസ് മോഡലാണ് കേട്ടോ. അടുത്ത വണ്ടി വീണ്ടും ഒരു WL ടോയ്സിൻ്റെ ഒരു റൂബിക്കോണാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഈകോങ് കമ്പനിയുടെ ഒരു റൂബിക്കോണാണ്. അങ്ങനെ ഇന്ന് ടോട്ടൽ 12 വണ്ടികളാണ് നമ്മൾ ഈ ഒരു വരാട്ടുമേളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ വരാട്ടുമേടിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നി ഇതുപോലത്തെ RC കാറുകൾ ഇത് ഒരു വരാട്ടുമേടിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഓരോ വണ്ടികളും കയറി വരുന്ന സീൻ നോക്കിയേ, നല്ല രസമാണ് നോക്കിയേ. ശരിക്കുള്ള വണ്ടികളതേ കയറ്റം കയറി പിടിച്ച് കയറി വരുന്ന പോലെയാണ് ഓരോ വണ്ടികളും വരുന്നത്. എല്ലാം 4 വീൽ ഡ്രൈവ് വണ്ടികളാണ് കേട്ടോ. പുറോട്ട് വീടല്ല ആരുവേ, ഇത് സൈഡിൽ നിൽക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. ഇവിടെ ഏറ്റവും സിമ്പിൾ ആണ് കയറിപ്പോ ഞങ്ങളുടെ പുറമ്പോയാ എന്തോ ഫോട്ടോ ഞങ്ങൾ മാറണമെങ്കിൽ പറയണേ. ഒരു സൈഡിലോട്ട് നല്ല കുഴിയാണ് കേട്ടോ, നല്ല കൊക്കയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങ് മറിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് കൊക്ക വെച്ചല്ലത്തോളൂ. ഇതേ ഒരു വണ്ടി മറിഞ്ഞ്, പക്ഷെ അതവിടെ സ്റ്റക്കായിട്ട് നിന്ന്. ഇതേ മുമ്പിൽ ഇതേ ട്രാക്കിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനായിട്ട് ഇതിലേ പോകണമെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷന് കുറച്ച് പേര് മേളിൽ നിൽക്കുക കേട്ടോ. അവരെ ഈ സംസാരിക്കുന്ന ഇതിലേ പോകണമെന്നൊക്കെ.
അതിൻ്റെ വണ്ടിയുടെ കയറി ഇങ്ങനെ അങ്ങനെ പോകണം. അങ്ങനത്തെ നമ്മൾ 5ാമത്തെ ചെക്ക് പോയിന്റ് വരെ എത്തി കേട്ടോ. അത്യാവശ്യം നല്ലൊരു കയറ്റമൊക്കെ കയറി നമ്മൾ 5ാമത്തെ ചെക്ക് പോയിന്റിലേക്ക് ഇത് വണ്ടി കയറി വരുക. പോട്ടെ ഫ്രണ്ട് പോട്ടെ. മഞ്ഞ കയറി പോട്ടെ. കയറി പോട്ടെ. ട്രാക്ക് വെച്ചിട്ടില്ല, നോക്കിയാൽ അതിൻ്റെ പോടാ. ലൈനേ പോകണല്ലേ, തഴി കിട്ടിയല്ലേ? ഫിനിഷ് മുമ്പോട്ട് എടുത്തോ വണ്ടി. ഈ ചെക്ക് പോയിന്റ് 5 തൊട്ടാണ് ശരിക്കുള്ള ഓഫ് റോഡ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇവിടം വരെ വലിയ കുഴപ്പമില്ലാതെ വണ്ടി കയറി വന്നു. ഇനിയാണ് നല്ല പണി നമുക്കിട്ട് കിട്ടിയത്. ഇവിടെ നിങ്ങളുടെ നല്ല ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡായിരുന്നു. ഫുള്ള് പാറ. നമുക്കവിടെ വേറെ വഴി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഫുള്ള് പാറ മാത്രം. പാറയിൽ കൂടെയാണ് വണ്ടി ഫുള്ള് കയറി പോകുന്നത്. ശരിക്കുള്ള വണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ വണ്ടി കുറച്ച് മിക്ക വണ്ടികളും സ്ട്രഗിൾ ചെയ്തു. പതുക്കെ കൊടുത്തേ. നടുക്ക് ഗ്യാപ്പ് നടുക്ക് വിട്ടിട്ട് 4 ലോ സ്പീഡ് ക്രോസ് വിട്ടേ. ബ്ലഡ് സ്ട്രെസ് ആ കയറി പോകും. ആ ഗ്യാപ്പിൽ കൂടെ ഇട്ടേ. പതുക്കെ കയറി, പതുക്കെ വിടും. ലെഫ്റ്റ് പിടിച്ചോ. അങ്ങോട്ട് പിടിച്ചു. പോട്ടെ. ആ ശരി. അത് 4 വീല്. ആ സൈക്കിളിന്റെ വീല് പോകുമ്പോൾ സൈക്കിൾ ഇതിലുടക്കിയതാ.
ജീപ്പ് വരുന്നുണ്ടോ? ജീപ്പ് ഇതിലാണോ വരുന്നത്? ഇവിടാണോ? അതിലെ ജീപ്പ് കയറി വരുന്ന വഴിയായത് കാരണം ഞങ്ങൾ ചെറുതായിട്ട് ട്രാക്ക് ഒന്ന് മാറ്റി. പക്ഷേ നല്ല ഓഫ് റോഡ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. ഓഫ് റോഡ് നല്ല കട്ടയായിട്ട് പോയി അങ്ങനെ മോളിൽ കൂടെ. കൂട്ടത്തിൽ ഏറ്റവും ടാസ്ക് ഉള്ള വഴി തന്നെ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. വണ്ടി ഒരു കാരണവശാലും ഈസി ആയിട്ട് കയറി പോകരുത് എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ട്രാക്ക് സെറ്റ് ചെയ്തത്. അതുപോലെ ടാസ്ക് നമ്മൾ എടുക്കുക. ഇത് ഈ കയറി വരുന്ന WL ടോയ്സിൻ്റെ റൂബിക്കോൺ ഡിഫറൻഷ്യൽ ലോക്കറൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് ഡിഫ് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ലോക്ക് സെറ്റപ്പൊക്കെ ഉള്ളതാണ്. റിയൽ ആയിട്ടുള്ള വണ്ടിക്കൊക്കെ വരുന്ന അതേ ഒരു സിസ്റ്റമാണ് ഈ ഡിഫറൻഷ്യൽ ലോക്കറും സംഭവമൊക്കെ. അതൊക്കെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. മുമ്പോട്ടത്തെ ആരോടെ ഫ്രണ്ടിലോട്ട് വണ്ടി ആ ആക്സിലേറ്റർ പതുക്കെ കൊടുത്താടാ. വീല് കറങ്ങത്തില്ല, ആക്സിലേറ്റർ പതുക്കെ കൊടുത്താൽ മതി. ഇപ്പൊ വണ്ടി നമുക്ക് ഇപ്പുറത്തോടെ പോയാൽ മതി. എടാ ഇതുണ്ട്, ഇത് നമുക്ക് ഇത് ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചട്ടാവും. പുറത്തോടെ പോകാം, ലെഫ്റ്റ് കൊടുത്തു റൈറ്റ് മോളിൽ പോകാം. അപ്പൊ ക്യാമറ എടുത്തോണേ. ഇത് നമുക്കൊരു അടിപൊളി ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വിഞ്ചിടാൻ പോവാം വണ്ടിക്ക്. ഒരു വണ്ടി സ്റ്റക്കായി, വണ്ടി വെച്ച് നമ്മൾ വിഞ്ചിട്ട് വലിച്ചു കയറ്റാൻ വേണ്ടി പോവാം. അതിന് കിട്ടും.
ഒരെണ്ണം ബാക്കോട്ട് റിവേഴ്സ് എടുക്കണേ. വെച്ചിട്ട് വലിച്ചു എനിക്ക് ഓണാ ഇത് റിവേഴ്സ് വലി റിവേഴ്സ് വലി. ആ ഒരേടാ ഒരേടാ. ഇഞ്ചി ബാക്കിലോട്ടു. ചെറിയ ബ്രോങ്ക കയറിപ്പോ. വണ്ടി കയറി ഇതിലെയോ? അതാണ് നിസാൻ. ഇതേ നമ്മളങ്ങനെ വിഞ്ചൊക്കെ ഇട്ട് വലിച്ച് കയറ്റി ഇത് അടുത്ത ട്രാക്ക് പിടിച്ച് പോവുക കേട്ടോ. എൻ്റെ വണ്ടി ഏറ്റവും ലാസ്റ്റാണ് വരുന്നത് കേട്ടോ. ക്യാമറയും പിടിക്കണം, വണ്ടി ഓടിക്കണം, അതൊക്കെ കൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ വണ്ടി വരുന്നത് എപ്പോഴും. സ്റ്റെപ്പിനി വല്ലതും ഉണ്ടോ? ടയർ ഊരിപ്പോയി. ആ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയുടെ ടയർ ഊരിപ്പോയി. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത് ആ ടയറൊക്കെ ഒന്ന് ശരിയാക്കുന്നവരെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത് നമ്മളത് ഏകദേശം ടോപ്പിലേക്ക് എത്താറായി കേട്ടോ. വരാട്ടുമേടിൻ്റെ മേള് വരെ നമ്മളങ്ങനെ ഓടിച്ചെത്തി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കി. ഇത് ഞങ്ങളങ്ങനെ തിരിച്ച് ട്രാക്കിലോട്ട് തന്നെ കയറി കേട്ടോ. കുറച്ച് ഇനിയിപ്പോൾ ഒരു നല്ലൊരു മണ്ണിട്ട് കുറച്ച് വഴിയായിരുന്നു കുറച്ച് മുമ്പോട്ട്. അപ്പോൾ അതിലേക്കൂടെ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ അങ്ങനെ പോയി. വലിയ ഓഫ് റോഡും കാര്യങ്ങളൊന്നും കുറച്ച് ഭാഗത്തേക്ക് ഇല്ലായിരുന്നു. അങ്ങനെ കുറേ മണിക്കൂറത്തെ കഷ്ടപ്പാടും കയറ്റവും എല്ലാം കയറി വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ അവസാനം വരാട്ടുമേടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. നല്ല കാറ്റ്, ശക്തിക്കായിരുന്നു കാറ്റ് അവിടെ. വരാട്ടുമേട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ, എല്ലാവരും അവരുടെ വണ്ടിയെല്ലാം ഓടിച്ച് കയറ്റി മേളിൽ ചെന്നിട്ടും അവർ വിട്ടില്ല. അതിലുള്ള ചെറിയ ചെറിയ ട്രാക്കുകളൊക്കെ കണ്ടുപിടിച്ച് ഇത് വണ്ടിയൊക്കെ അതിലേക്കൂടെ ഓടിക്കുന്നു, വീഡിയോ ഒക്കെ എടുക്കുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. വണ്ടിയൊക്കെ ഓരോ ഇതുണ്ട്, ഓഫ് റോഡൊക്കെ കയറുന്ന രീതികളൊക്കെ.
ആ ഓക്കെ ഓക്കെ പോര് 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 ഓ മോനെ സീൻ 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 ഓ പോര് 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 കടം വരും നമ്മുടെ ഈ RC ക്ലബിൻ്റെ ഓഫ് റോഡ് ഇവൻ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി ഒരുപാട് ഓഫ് റോഡ് ഇവൻറ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.